ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഈ 135 രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തുണിയുടെ ഒരു ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിതുപോലെ ഒരിടത്തുനിന്ന് 135 രൂപയുടെ 135 140 രൂപ എന്നാണ് പറഞ്ഞത്, ചുങ്കടിയുടെ കുറഞ്ഞ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു 15 20 എണ്ണം വാങ്ങി 2000 സംതിങ് രൂപ അവർക്കാവുകയും ചെയ്തു. പക്ഷേ ഇത് മുഴുവനും വാങ്ങി അവർ റിട്ടേൺ കളറ് പോയി എന്ന് പറഞ്ഞപ്പോൾ റിട്ടേൺ അവരെടുത്തില്ല എന്നാണ് പറഞ്ഞത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് പോവുക മാത്രമല്ല ചെയ്തത്, മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫ്ലവർ ഈ ഓരോരോ ബാട്ടിക് ഡിസൈൻ, അതായത് ചുങ്കടി ഡിസൈൻ എന്ന് പറഞ്ഞാൽ പല പല ഡിസൈനായിട്ട് വരും, ഒരു 3-4 കളറിലൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ അതെല്ലാം സ്പ്രെഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭാഗത്ത് കൂടി കട്ട പിടിച്ച് ഒരു ഭാഗത്ത് തീരെ കളറില്ലാതെ അങ്ങനെയൊക്കെയായി ആ തുണി ആകെ പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വാങ്ങിക്കാം. അപ്പം അവർ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ തുണി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ വിളിച്ചതും. ഇതൊന്ന് അപ്പം ഞാൻ എന്തുറപ്പിൽ വാങ്ങും എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചു. ശരിയാണല്ലോ, അവർ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നി. അപ്പോൾ ഞാനിത് എൻ്റെ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇപ്പോൾ വാങ്ങിയവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ടാവുമോ? ആരും എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ, ആരും മോശമായിരുന്നു എന്നും പറഞ്ഞ് ആരും വിളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നേരിട്ട് കണ്ടല്ലാതെ ഇതുവരെ തുണി എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഓരോ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കാറ്. പിന്നെ അതുപോലെ ഞാൻ നമ്മുടെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ എടുക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, അതും ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയാം. കോട്ടൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷിലൊന്ന് കളറ് പോകും എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കോട്ടൺ, ഇപ്പോൾ നമ്മൾ ഇത് എനിക്ക് 135 രൂപയുടെ ഈ തുണി കോട്ടനായിട്ട് തന്നെയായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല ഒരു തുണിയാണ്, നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഇടാൻ പറ്റുന്ന തുണിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് കളറും പോകുന്നുള്ളത് അറിയാം. ഒരു ഫസ്റ്റ് വാഷിൽ എന്തായാലും കളർ പോകുന്ന പറയും, പിന്നീടുള്ള വാഷിലൊന്നും കളറ് പോയിട്ടില്ല എന്നാട്ടോ എല്ലാവരും പറഞ്ഞത്. അതുപോലെ തന്നെ തുണിക്ക് യാതൊരു ക്വാളിറ്റി കുറവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കളറ് എന്തായാലും ഇളകും. ഞാൻ നന്നായിട്ട് സോപ്പ് പൊടി ഇട്ട് നന്നായിട്ട് കുറച്ച് ചൂട് ഉള്ള വെള്ളത്തിലാണ് കേട്ടോ. ഇനി മാക്സിമം കളറ് എത്രത്തോളം ഇളകും എന്നുള്ളത് നോക്കണമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് പാണ്ട് പിടിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതും അറിയണം. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ കളറിൻ്റെ കാര്യം കുറച്ച് കളറ് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മിക്ക കോട്ടൺ തുണികളിൽ നിന്നും നമുക്കിതുപോലെ കളറ് പോകും. ചില തുണികൾ നമുക്ക് വാഷ് ചെയ്താണ് വരുന്നത്. ഇപ്പോൾ കടകളിൽ അറിയാൻ പറ്റും, അവർ പറയാറുണ്ടല്ലോ ചില തുണികൾ വാഷ് ചെയ്തിട്ടായിരിക്കും വരും. അങ്ങനെയുള്ളതൊന്നും കളറ് പോവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാര വിലയുള്ളത് ആയതുകൊണ്ട് അങ്ങനെ വാഷ് ചെയ്തൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ തുണി നമുക്ക് ആ ഒരു ക്രീം കളറിലേക്ക് കളറ് പിടിക്കുകയോ അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ഉണക്കി കൊണ്ടുവന്ന തുണിയാണ്, അലക്കി ഉണക്കി കൊണ്ടുവന്ന തുണിയാണ് കേട്ടോ. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അതേ ഉള്ളിലോ പുറത്തോ ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ വേറെ തുണി കാണിക്കുന്നുണ്ട്, നമ്മൾ അലക്കാത്ത തുണി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വേറെ ഒരു കുഴപ്പവും ഇതിന് പറ്റിയിട്ടില്ല. അലക്കി നന്നായിട്ട് ഞാൻ സോപ്പ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 5-6 പ്രാവശ്യം ഞാൻ നന്നായിട്ട് ഉരച്ച് തന്നെയാണ് അലക്കിയെടുത്തത് കേട്ടോ. കല്ലിലിട്ടല്ല, കയ്യിലിട്ടാണ് തിരുമ്മിയെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ തുണി. ഇത് രണ്ടും തമ്മിൽ ആ ഫ്ലവേഴ്സിനോ അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു ഡിസൈനിലേക്കോ ഒന്നും തുണി ഈ കളറ് സ്പ്രെഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ കുട്ടി പറഞ്ഞപ്പോൾ, ചിലപ്പോൾ ഞാൻ ഒരുപാട് തുണി ഇതിൻ്റെ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാൽ വിറ്റ് വാങ്ങിയവരാരും അത് എന്നെ വിളിച്ച് പറയുകയോ മോശമാണ് തുണിയെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ ആ കുട്ടി പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന തുണി എത്രമാത്രം ക്വാളിറ്റി ഉള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ ഈ ക്വാളിറ്റി കുറഞ്ഞ തുണികൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും അതിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല എന്നവർ പറയും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഓരോ കസ്റ്റമേഴ്സിനോടും പറയാറുണ്ട്, അവരിപ്പോൾ നൈറ്റി അടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കുർത്തി അടിച്ച് കൊടുക്കണവരൊക്കെ ആയിരിക്കും 10-15 പീസ് എടുക്കുന്നത്. അപ്പോൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഓവറായിട്ട് റേറ്റ് ഇടരുത് കേട്ടോ. കാരണം നമ്മളൊരു പരിധി കൂടുതൽ, നമ്മളിപ്പോൾ ഇത്രയും വില കുറച്ച് വാങ്ങിക്കുന്ന തുണിയാണെങ്കിൽ പോലും നമ്മളൊരു പരിധി കൂടുതൽ നമുക്ക് റേറ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല അവർക്ക്. കാരണം നമുക്ക് കിട്ടുന്ന തുണിയുടെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് റേറ്റ് ഇടാം, അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ തുണി കഴുകി ഇത്രയൊക്കെ
ഇതാക്കിയിട്ടും എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. രണ്ട് തുണിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ കഴുകി ഇടുമ്പോൾ വെയിൽ കൊള്ളിക്കാതെയും ഒന്ന് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.